വരാനിരിക്കുന്ന റംസാൻ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ 10% മുതൽ 40% വരെ ആകർഷകമായ ഓഫറുകളുമായി നിറം ഫാബ് ഒരുങ്ങിക്കഴിഞ്ഞു. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ, ജെന്റ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് വെയറുകളുടെ അതിവിപുലമായ ശേഖരം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ഈ ആഘോഷകാലത്ത് നിങ്ങളുടെ ഷോപ്പിംഗ് കൂടുതൽ സന്തോഷകരമാക്കാൻ ഇന്ന് തന്നെ എത്തിച്ചേരൂ. ജനഹൃദയങ്ങൾ കീഴടക്കിയ യുവ പ്രദീപിന്റെ പര്യടനം. വികസന തുടർച്ചയ്ക്കായി ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന കാഴ്ചയാണ് ചേലക്കരയിൽ ദൃശ്യമാകുന്നത്. കേരളം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം വാനോളമുയർത്തി ചേലക്കരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി യുവ പ്രദീപിന്റെ പ്രചരണ പര്യടനം ജനകീയ ഉത്സവമായി മാറുന്നു. ചേലക്കര 91 നമ്പർ ബൂത്തിൽ നടന്ന സ്വീകരണ പരിപാടികൾ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്വാധീനത്തിന്റെ വിളംബരമായി. വെങ്ങാനല്ലൂർ, മെതുക് തുടങ്ങിയ മേഖലകളിൽ വോട്ട് അഭ്യർത്ഥിച്ചെത്തിയ സ്ഥാനാർത്ഥിയെ ഹൃദയപൂർവ്വമാണ് നാട് വരവേറ്റത്. രാത്രി 8 മണിയോടെ മെതുകിലെത്തിയ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ സ്ത്രീകളും വയോധികരും കൊച്ചുകുട്ടികളുമടക്കം ഒട്ടനവധി പേരാണ് തടിച്ചുകൂടിയത്. രാത്രിയുടെ യാമങ്ങളിലും ഒട്ടും ചോരാത്ത ആവേശത്തോടെ ആകാശത്തോളം ഉയരുന്ന മുദ്രാവാക്യം വിളികളുമായാണ് ജനങ്ങൾ പ്രദീപിനെ എതിരേറ്റത്. സ്ഥാനാർത്ഥിക്കൊപ്പം സെൽഫി എടുത്തും കൈകൊടുത്തും സ്നേഹം പങ്കുവച്ചും മെതുകിലെ വോട്ടർമാർ ഒപ്പമുണ്ടെന്ന് പ്രഖ്യാപിച്ചു. മതനിരപേക്ഷതയുടെ കാവലാളായും വികസനത്തിന്റെ വിശ്വസ്തനായും ഇടതുപക്ഷം തുടരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് യുവ പ്രദീപ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ചേലക്കരയിൽ നടന്ന 2000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. കേരളത്തിന്റെ സാമൂഹിക സുരക്ഷയും വികസന കുതിപ്പും ഇനിയും മുന്നേറാൻ LDFന് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. നാടിന്റെ സമാധാനം ഉറപ്പുവരുത്താൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റാണ്. അതോടൊപ്പം തന്നെ നാടിന്റെ പട്ടിണി മാറ്റാൻ കഴിഞ്ഞ ഒരു 10 വർഷമാണ്. ഇത് ഞാൻ ഈ പറഞ്ഞത് നാടിന്റെ സമാധാനം ഉറപ്പുവരുത്താന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ കാണുന്ന ഒരു പ്രവണത, ചിലരുടെ തീരുമാനമനുസരിച്ച് ജീവിക്കാനും സഞ്ചരിക്കാനും മാത്രമേ കഴിയുള്ളൂ എന്ന് ഈ രാജ്യത്തിനകത്ത് ചില പ്രവർത്തനങ്ങൾ നാം വാർത്തയിലൂടെ എല്ലാം കാണാറുണ്ട്. എന്നാൽ അത്തരത്തിലൊന്നും അല്ലാതെ എല്ലാ മതസ്ഥർക്കും ഒരേപോലെ ജീവിക്കാനും സഞ്ചരിക്കാനും പറ്റുന്ന ഒരു അന്തരീക്ഷം നമുക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് വീട്ടിലെ രക്ഷിതാക്കൾ തൻ്റെ മക്കളെ പഠിപ്പിനായാലും ജോലിക്കായാലും പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ തിരിച്ചെത്തുന്നില്ല നല്ല പ്രതീക്ഷയോടുകൂടി കഴിയുന്നത്രയും പേരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പര്യടനം മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. CCV ന്യൂസ്, ചേലക്കര.